നമസ്കാരം. വാർത്താ ബുള്ളറ്റിനിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ലഹരിക്കേസിൽ മുഖ്യമന്ത്രിയുടെ സോഷ്യൽ മീഡിയ കോർഡിനേറ്ററും പ്രതികരിച്ച MV ഗോവിന്ദൻ. മെസ്സിയും അർജന്റീനയും കേരളത്തിലെത്തുമെന്ന് പറഞ്ഞ് വൻ സാമ്പത്തിക തട്ടിപ്പ് ആരോപണവുമായി കായിക മന്ത്രി. ഗൗതം കൃഷ്ണയുടെ വീട്ടിലെത്തി പ്രതിപക്ഷ നേതാവ്. സർക്കാർ വീഴ്ചകൾ എണ്ണിപ്പറഞ്ഞ വിമർശനം. സിംബാബ്വേയിൽ മിന്നും പ്രകടനം. വൈഭവിന് ഇനി ദുലീപ് ട്രോഫിയിൽ വൈസ് ക്യാപ്റ്റൻ പദവി. സംസ്ഥാനത്തിന്റെ പേര് കേരളം എന്നാക്കി മാറ്റുന്നതിനുള്ള നിർണായക ബിൽ ലോക്സഭയിൽ പാസായി. കൊളംബിയയെ വിറപ്പിച്ചുകൊണ്ടുണ്ടായ അതിശക്തമായ ഭൂചലനത്തിൽ മരണസംഖ്യ 250 കടന്നു. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ പ്രസവത്തിനിടെ നവജാത ശിശുവിന്റെ കൈയൊടിഞ്ഞതായി പരാതി. സംഭവത്തിൽ വ്യാപക പ്രതിഷേധം. നൂതന സാങ്കേതിക വിദ്യയുടെ കരുത്തിൽ ഇന്ത്യൻ നിരത്തുകൾ കീഴടക്കാൻ ഹ്യുണ്ടായി. വാർത്തകൾ വിശദമായി. ലഹരിക്കേസിൽ പിടിയിലായത് മുഖ്യമന്ത്രിയുടെ സോഷ്യൽ മീഡിയ കോർഡിനേറ്ററാണെന്ന വാർത്തയിൽ പ്രതികരണവുമായി CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. സംഭവം ഗൗരവമുള്ളതാണെന്നും അന്വേഷണം നടക്കുന്നതിനിടെ യാഥാർത്ഥ്യം പുറത്തുവരുമെന്നും അദ്ദേഹം പറഞ്ഞു. ലഹരിക്കേസിൽ പിടിയിലായത് മുഖ്യമന്ത്രിയുടെ സോഷ്യൽ മീഡിയ കോർഡിനേറ്ററാണെന്ന വാർത്തയിൽ പ്രതികരണവുമായി CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. സംഭവം ഗൗരവമുള്ളതാണെന്നും ആരാണെന്നും മനസ്സിലാക്കിയിരുന്നില്ലെങ്കിൽ പിടിക്കില്ലായിരുന്നുവെന്ന തരത്തിലുള്ള കാര്യങ്ങൾ ശരിയല്ലെന്നും അദ്ദേഹം പറഞ്ഞു. വിഷയത്തിൽ അന്വേഷണം തുടരുകയാണ്. അന്വേഷണത്തിനിടെ യഥാർത്ഥ വസ്തുക്കൾ പുറത്തുവരുമെന്നും MV ഗോവിന്ദൻ വ്യക്തമാക്കി. അതേസമയം ലഹരിക്കേസിൽ അറസ്റ്റിലായ പ്രവർത്തകനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയതായി യൂത്ത് കോൺഗ്രസ് വ്യക്തമാക്കിയിട്ടുണ്ട്. പെരുമ്പാവൂർ വള്ളംകുളം യൂത്ത് കോൺഗ്രസ് മണ്ഡലം ജനറൽ സെക്രട്ടറിയായ മുഹമ്മദ് ഹുസൈനെ അറസ്റ്റ് ചെയ്തത് 9-ാം തീയതി തന്നെയാണെന്നും പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പുറത്താക്കിയതായും പാർട്ടി അറിയിച്ചു. സംഭവത്തിൽ കൂടുതൽ അന്വേഷണം തുടരുന്നതിനിടെയാണ് CPM സംസ്ഥാന സെക്രട്ടറിയുടെ പ്രതികരണം. മെസ്സിയും അർജന്റീന ഫുട്ബോൾ ടീമും കേരളത്തിലെത്തുമെന്ന് പ്രഖ്യാപിച്ച് മുൻ LDF ഭരണകാലത്ത് സാമ്പത്തിക തട്ടിപ്പ് നടന്നെന്ന ആരോപണവുമായി മുൻ കായിക മന്ത്രി V അബ്ദുറഹ്മാൻ. കായിക വകുപ്പ് നടത്തിയ അന്വേഷണ റിപ്പോർട്ടുകൾ നിയമവകുപ്പിന് കൈമാറിയിട്ടുണ്ടെന്നും വിശദമായ അന്വേഷണം ഉണ്ടാകുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. മെസ്സിയുടെ പേരിൽ കേരളത്തിൽ നടന്ന പദ്ധതിയുമായി ബന്ധപ്പെട്ട് കൂടുതൽ രേഖകൾ പുറത്തുവന്നതോടെ മുൻ കായിക മന്ത്രിയെ പ്രതിരോധത്തിലാക്കി വിവാദം ശക്തമാകുന്നു. സ്പോൺസർഷിപ്പുമായി ബന്ധപ്പെട്ട് AFAക്ക് അയച്ച ഇമെയിൽ സന്ദേശമാണ് ഇപ്പോൾ പുറത്തുവന്നിരിക്കുന്നത്. 2025 ഒക്ടോബർ 18 അയച്ച മെയിൽ കരാർ റദ്ദാക്കിയ AFAയുടെ നടപടിക്കെതിരെ രൂക്ഷ വിമർശനമാണ് ഉന്നയിക്കുന്നത്. AFA RBC കരാർ വെറും വാണിജ്യ കരാർ അല്ലെന്നും സർക്കാർ മുൻകൈയിലുള്ള ഉറപ്പാണെന്നും മെയിലിൽ വ്യക്തമാക്കുന്നു. കേരളത്തിന്റെ ഉറപ്പുകൾ അവഗണിച്ചതിൽ പ്രതിഷേധിക്കുന്നതായും പദ്ധതിയിൽ സർക്കാരിനും ബാധ്യതയുണ്ടെന്നും സന്ദേശത്തിൽ പറയുന്നു. ഇതോടെ പദ്ധതിയുടെ നടത്തിപ്പുമായി ബന്ധപ്പെട്ട സർക്കാർ ഇടപെടലുകളും ചർച്ചയാവുകയാണ്. അതേസമയം പദ്ധതിയിലെ അഴിമതിയും ചട്ടലംഘനങ്ങളും അന്വേഷിക്കാൻ ഉന്നതതല അന്വേഷണത്തിന് സർക്കാർ തീരുമാനിച്ചു. കമ്പനിയെ തെരഞ്ഞെടുക്കുന്നതിന്റെ കാരണം വ്യക്തമാക്കുന്ന ഉത്തരവുകളില്ലെന്നും ചൂണ്ടിക്കാട്ടുന്നു. റിപ്പോർട്ട് നാളത്തെ മന്ത്രിസഭാ യോഗം ചർച്ച ചെയ്യും. ഗൗതം കൃഷ്ണയുടെ കുടുംബത്തെ സന്ദർശിച്ച് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. മത്സ്യത്തൊഴിലാളികളുടെ തിരിച്ചിലിൽ സർക്കാരിന് സംഭവിച്ച വീഴ്ചകൾ ന്യായീകരിക്കാനാകില്ലെന്ന് വിമർശിച്ചു. ഗൗതമിന്റെ സഹോദരന് ജോലി, കുടുംബത്തിന് സാമ്പത്തിക സഹായവും വീടും ഉറപ്പാക്കണമെന്നാവശ്യപ്പെട്ട അദ്ദേഹം മന്ത്രിയെ കണ്ട കാര്യങ്ങൾ ധരിപ്പിക്കുമെന്നും വ്യക്തമാക്കി. മത്സ്യത്തൊഴിലാളി ഗൗതം കൃഷ്ണയുടെ കുടുംബത്തെ സന്ദർശിച്ച് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ കുടുംബം പങ്കുവച്ച എല്ലാ വിവരങ്ങളും മനസ്സിലാക്കിയെന്നും കുടുംബത്തിന്റെ തുടർ സംരക്ഷണവും ഉറപ്പാക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. മത്സ്യത്തൊഴിലാളികളെ കാണാതായ സംഭവത്തിൽ സർക്കാരിന് സംഭവിക്കാൻ പാടില്ലാത്ത വീഴ്ചകളുണ്ടായെന്നും അവ ന്യായീകരിക്കാനാകില്ലെന്നും പ്രതിപക്ഷ നേതാവ് വിമർശിച്ചു. ദുരന്തമുണ്ടായ ആദ്യഘട്ടത്തിൽ ചെയ്യേണ്ട പല കാര്യങ്ങളും സർക്കാർ ചെയ്തില്ലെന്നും ദുരന്ത സാഹചര്യങ്ങളിൽ എങ്ങനെ ഇടപെടണമെന്ന് ഉദ്യോഗസ്ഥർക്ക് പോലും അറിയാത്ത അവസ്ഥയാണെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. ഗൗതം കൃഷ്ണയുടെ സഹോദരന് KMML
ജോലി നൽകണമെന്നും കുടുംബത്തിന് സാമ്പത്തിക സഹായവും ഭവനവും സർക്കാർ ഉറപ്പാക്കണമെന്നും പ്രതിപക്ഷ നേതാവ് ആവശ്യപ്പെട്ടു. ഇക്കാര്യങ്ങൾ മുഖ്യമന്ത്രിയെ നേരിട്ട് കണ്ട് ധരിപ്പിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. അതേസമയം കേന്ദ്ര ഏജൻസികളുടെ ഇടപെടലുമായി ബന്ധപ്പെട്ട് സർക്കാർ മറ്റ് രാഷ്ട്രീയ പാർട്ടികളുടെ സഹായം തേടിയെന്ന ആരോപണവും പ്രതിപക്ഷ നേതാവ് ഉന്നയിച്ചു. മത്സ്യത്തൊഴിലാളികളെ കാണാതായിട്ട് 12 ദിവസം പിന്നിടുമ്പോഴും തിരച്ചിൽ ഫലപ്രദമാകാത്തത് വലിയ വിമർശനങ്ങൾക്കാണ് വഴിവെച്ചിരിക്കുന്നത്. അപകടം നടന്ന ഒരാഴ്ച പിന്നിട്ട ശേഷമാണ് മുങ്ങൽ വിദഗ്ധർ ഉൾപ്പെടെ സ്ഥലത്തെത്തിയത്. ജോൺ, ഷിജിൻ, ഗൗതം കൃഷ്ണ എന്നിവർക്കായുള്ള തിരച്ചിൽ ഇപ്പോഴും തുടരുകയാണ്. സിംബാബ്വെ പര്യടനത്തിലെ തകർപ്പൻ പ്രകടനത്തിന് പിന്നാലെ നെറ്റ്സിൽ കഠിന പരിശീലനവുമായി വൈഭവ് സൂര്യവംശി. ദുലീപ് ട്രോഫിയിൽ ഈസ്റ്റ് സോണിന്റെ വൈസ് ക്യാപ്റ്റനായാണ് കൗമാരതാരം പുതിയ ദൗത്യത്തിനൊരുങ്ങുന്നത്. സിംബാബ്വെ പര്യടനത്തിലെ തകർപ്പൻ പ്രകടനത്തിന് പിന്നാലെ അടുത്ത വെല്ലുവിളിക്കായി ഒരുങ്ങുകയാണ് ഇന്ത്യൻ കൗമാരതാരം വൈഭവ് സൂര്യവംശി. നെറ്റ്സിൽ ഡിഫൻസീവ് അറ്റാക്കിംഗ് രീതികളിൽ കഠിന പരിശീലനം നടത്തുന്ന വീഡിയോ വൈഭവ് തന്നെ ഇൻസ്റ്റഗ്രാമിൽ പങ്കുവച്ചിട്ടുണ്ട്. ഇംഗ്ലണ്ട് പര്യടനത്തിൽ അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ അരങ്ങേറ്റം കുറിച്ചെങ്കിലും 3 ഇന്നിംഗ്സുകളിൽ 20 റൺസ് പോലും നേടാൻ താരത്തിനായില്ല. എന്നാൽ സിംബാബ്വെ പര്യടനത്തിൽ ചിത്രം മാറി. 3 ഇന്നിംഗ്സുകളിൽ നിന്ന് 151 റൺസാണ് വൈഭവ് നേടിയത്. 50.33 ശരാശരിയും 196.10 സ്ട്രൈക്ക് റേറ്റും സ്വന്തമാക്കിയ താരം 2 അർദ്ധ സെഞ്ചുറികളും 81 റൺസിന്റെ മികച്ച ഇന്നിംഗ്സും പുറത്തെടുത്തു. ഇന്ത്യ പരമ്പര സ്വന്തമാക്കിയപ്പോൾ പ്ലെയർ ഓഫ് ദി സീരീസ് പുരസ്കാരവും വൈഭവിനായിരുന്നു. ഇതിനിടെ 2026-27 ആഭ്യന്തര സീസണിലെ ദുലീപ് ട്രോഫിക്കുള്ള ഈസ്റ്റ് സോൺ ടീമിന്റെ വൈസ് പ്രസിഡന്റായും വൈഭവിനെ തിരഞ്ഞെടുത്തു. ഇഷാൻ കിഷാനാണ് ക്യാപ്റ്റൻ. ഓഗസ്റ്റ് 23-ന് നോർത്ത് ഈസ്റ്റ് സോണിനെതിരെയാണ് ഈസ്റ്റ് സോണിന്റെ ആദ്യ മത്സരം. അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ റെക്കോർഡ് പ്രകടനത്തിലൂടെ ശ്രദ്ധ നേടിയ വൈഭവിന് ഇനി ദുലീപ് ട്രോഫിയിലും മികവ് തെളിയിക്കാനുള്ള അവസരമാണ് മുന്നിലുള്ളത്. സംസ്ഥാനത്തിന്റെ ഔദ്യോഗിക നാമം കേരള എന്നതിൽ നിന്ന് കേരളം എന്ന് പൂർണ്ണമായി മാറ്റുന്നതിനുള്ള കേരളം ബിൽ 2026 ലോക്സഭയിൽ പാസാക്കി. ഇന്ന് രാജ്യസഭ കൂടി പാസാക്കിയാൽ ബിൽ നിയമമാകും. ഔദ്യോഗികമായി നമ്മുടെ സംസ്ഥാനത്തിന്റെ പേര് ഇനി മുതൽ കേരളം എന്ന പേരിലേക്ക് പൂർണ്ണമായി മാറുകയാണ്. അതെ, ഏറെ ചരിത്ര പ്രാധാന്യമുള്ള കേരളം ബിൽ 2026 ലോക്സഭ ഔദ്യോഗികമായി പാസാക്കിയിരിക്കുന്നു. നമ്മുടെ മാതൃഭാഷയായ മലയാളത്തിൽ നാം സ്നേഹത്തോടെയും അഭിമാനത്തോടെയും വിളിക്കുന്ന പേര് തന്നെയാണ് കേരളം. എന്നാൽ നമ്മുടെ രാജ്യത്തിന്റെ ഭരണഘടനയുടെ 1-ാം ഷെഡ്യൂളിലും ഔദ്യോഗിക രേഖകളിലും ഇത് ഇംഗ്ലീഷ് ശൈലിയിലുള്ള കേരള എന്നായിരുന്നു രേഖപ്പെടുത്തിയിരുന്നത്. ഈ അനൗചിത്യം തിരുത്തണമെന്നും മലയാളം സംസാരിക്കുന്ന ജനങ്ങളുടെ സംസ്ഥാനം ഔദ്യോഗികമായി എല്ലാ അർത്ഥത്തിലും കേരളം എന്നറിയപ്പെടണമെന്നും ആവശ്യപ്പെട്ട് കേരള നിയമസഭ ഒറ്റക്കെട്ടായാണ് ചരിത്രപ്രധാനമായ പ്രമേയം പാസാക്കിയത്. 2024 ജൂണിൽ കേരള നിയമസഭ പാസാക്കിയ ഈ പ്രമേയം പിന്നീട് കേന്ദ്ര സർക്കാരിന്റെ അനുമതിക്കായി അയക്കുകയായിരുന്നു. തുടർന്ന് ഈ വർഷം ഫെബ്രുവരിയിൽ കേന്ദ്രമന്ത്രിസഭ ഇതിന് ഔദ്യോഗിക അനുമതി നൽകുകയും ഒടുവിൽ ഈ വർഷം, അതായത് 2026 പാർലമെന്റിൽ ഇതിനായുള്ള ഔദ്യോഗിക ബില്ല് അവതരിപ്പിക്കപ്പെടുകയുമായിരുന്നു. എന്നാൽ ഈ ബില്ല് പാസാക്കുന്നതുമായി ബന്ധപ്പെട്ട ഡൽഹിയിൽ വളരെ നാടകീയമായ രംഗങ്ങളാണ് അരങ്ങേറിയത്. പ്രതിപക്ഷത്തിന്റെ ശക്തമായ പ്രതിഷേധങ്ങൾക്കും ബഹളങ്ങൾക്കുമിടയിലാണ് ലോക്സഭയിൽ ബില്ല് പാസാക്കപ്പെട്ടത്. ഭരണപക്ഷവും പ്രതിപക്ഷവും തമ്മിലുള്ള കടുത്ത വാദപ്രതിവാദങ്ങൾക്കും പ്രതിപക്ഷ ബഹളത്തിനുമിടയിൽ യാതൊരുവിധ ചർച്ചകളുമില്ലാതെയാണ് കേന്ദ്ര സർക്കാർ ഈ ബില്ലിന്മേലുള്ള നടപടികൾ പൂർത്തിയാക്കിയത്. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായ്ക്ക് എതിരായ പ്രതിപക്ഷത്തിന്റെ ശക്തമായ പ്രതിഷേധങ്ങൾ സഭയെ സ്തംഭിപ്പിച്ച ഘട്ടത്തിലാണ് ഈ സുപ്രധാന ബില്ല് ലോക്സഭയിലെത്തിയത്. ബില്ല് അവതരിപ്പിച്ചതും പാസ്സാകുമ്പോൾ സംസാരിച്ചതും കേന്ദ്ര ആഭ്യന്തര സഹമന്ത്രി നിത്യാനന്ദ റായ് ആയിരുന്നു. ബില്ലിന്റെ നടപടിക്രമങ്ങൾ വെറും 4 മിനിറ്റുകൾ കൊണ്ടാണ് കേന്ദ്ര സർക്കാർ ലോക്സഭയിൽ പൂർത്തിയാക്കിയത്. ബില്ലിൽ വിശദമായ ചർച്ച വേണമെന്ന UDF, LDF എംപിമാരുടെ ശക്തമായ ആവശ്യം തള്ളിക്കൊണ്ടായിരുന്നു ഈ അതിവേഗ നടപടി. അതേസമയം കേരളം ബില്ല് ചർച്ച കൂടാതെ പാസാക്കിയതുമായി ബന്ധപ്പെട്ട് സഭയിൽ വലിയ രാഷ്ട്രീയ വാക്പോരുകളും നടന്നു. കേരളത്തിൽ നിന്നുള്ള കോൺഗ്രസ് അംഗങ്ങൾ പോലും ഈ ബില്ലിന്റെ ചർച്ചകളിൽ സജീവമായി പങ്കെടുത്തില്ല എന്ന് കേന്ദ്ര ആഭ്യന്തര സഹമന്ത്രി നിത്യാനന്ദ റായ് സഭയിൽ കുറ്റപ്പെടുത്തി. AICC ജനറൽ സെക്രട്ടറിയും MP-യുമായ KC വേണുഗോപാൽ ഉൾപ്പെടെയുള്ളവർ കേരളത്തിന്റെ പേരുമാറ്റ ബിൽ ചർച്ചയിൽ മൗനം പാലിച്ചുവെന്നും സംസ്ഥാനത്തിന്റെ പേര് മാറ്റുന്നതിൽ കോൺഗ്രസിന് യഥാർത്ഥത്തിൽ എതിർപ്പുണ്ടോ എന്ന് വ്യക്തമാക്കണമെന്നും കേന്ദ്രമന്ത്രി കിരൺ റിജിജുവും മറ്റു പ്രമുഖരും കടുത്ത വിമർശനം ഉന്നയിക്കുകയുണ്ടായി. രാഷ്ട്രീയ ഭിന്നതകൾ എന്തുതന്നെയായാലും മലയാളികളുടെ ചിരകാലാഭിലാഷമായ ഒരു വിഷയത്തിൽ ലോക്സഭ ഇത്തരത്തിൽ യാതൊരു ചർച്ചയുമില്ലാതെ ബില്ല് പാസാക്കിയത് കേരള രാഷ്ട്രീയത്തിൽ വലിയ ചർച്ചകൾക്ക് വഴിവെച്ചിട്ടുണ്ട്. ലോക്സഭയുടെ കടമ്പ കടന്നുകഴിഞ്ഞ ഈ ബില്ല് ഇന്ന് രാജ്യസഭയുടെ പരിഗണനയ്ക്ക് വരികയാണ്. ഇന്ന് രാജ്യസഭയിലും ബില്ല് അവതരിപ്പിച്ച് പാസാക്കാനാണ് സർക്കാർ ലക്ഷ്യമിടുന്നത്. ഇരുസഭകളുടെയും അനുമതി ഔദ്യോഗികമായി ലഭിച്ചു കഴിഞ്ഞാൽ ബില്ല് ബഹുമാനപ്പെട്ട രാഷ്ട്രപതിയുടെ ഒപ്പിനായി അയക്കും. രാഷ്ട്രപതി ഇതിൽ ഒപ്പുവെക്കുന്നതോടെ ഭരണഘടനയുടെ 1-ാം ഷെഡ്യൂളിൽ ഔദ്യോഗികമായി ഭേദഗതി വരുത്തി കേന്ദ്ര സർക്കാർ വിജ്ഞാപനം പുറപ്പെടുവിക്കും. ഇതോടെ നമ്മുടെ സംസ്ഥാനത്തിന്റെ പേര് ഔദ്യോഗിക രേഖകളിലെല്ലാം കേരള എന്നതിൽ നിന്ന് പൂർണ്ണമായും കേരളം എന്ന് മാറി നിലവിൽ വരും.
കൊളംബിയയെ വിറപ്പിച്ചുകൊണ്ട് 7.4 തീവ്രത രേഖപ്പെടുത്തിയ അതിശക്തമായ ഭൂചലനത്തിൽ മരണസംഖ്യ 250 കടന്നു. രക്ഷാപ്രവർത്തനം തുടരുമ്പോൾ 3900-ഓളം പേരെ ഇനിയും കണ്ടെത്താനുണ്ട്. 5000-ഓളം വീടുകൾ നിലം പൊത്തിയതിനെ തുടർന്ന് രാജ്യത്ത് ഔദ്യോഗികമായി എക്കണോമിക് എമർജൻസി പ്രഖ്യാപിച്ചു. ദക്ഷിണ അമേരിക്കൻ രാജ്യമായ കൊളംബിയയിലുണ്ടായ അതിശക്തമായ ഭൂചലനത്തിൽ മരണസംഖ്യ 250 കവിഞ്ഞിരിക്കുന്നു. പതിറ്റാണ്ടുകൾക്കിടയിൽ കൊളംബിയ കണ്ട ഏറ്റവും വലിയ ഭൂകമ്പമാണിത്. ദുരന്തഭൂമിയിൽ നിന്ന് പുറത്തുവരുന്ന ഓരോ വിവരങ്ങളും അതീവ വേദനാജനകവുമാണ്. തിങ്കളാഴ്ച പ്രാദേശിക സമയം കൃത്യം രാവിലെ 7:34 ആ വലിയ ദുരന്തമുണ്ടാവുന്നത്. റിക്ടർ സ്കെയിലിൽ 7.4 തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനമാണ് കൊളംബിയയെ പിടിച്ചുകുലുക്കിയത്. ജിയോളജിക്കൽ സർവേ റിപ്പോർട്ട് പ്രകാരം ഏകദേശം 79 കിലോമീറ്ററിലധികം ആഴത്തിലാണ് ഈ ഭൂകമ്പത്തിന്റെ പ്രഭവ കേന്ദ്രം. സാൻ ജോസ് ഡെൽ പാൽമറിനടുത്താണ് പ്രഭവ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത്. ഭൂചലനത്തിന്റെ ആഘാതം എത്രത്തോളം വലുതാണെന്ന് വ്യക്തമാക്കിക്കൊണ്ട് തൊട്ടടുത്ത നിമിഷങ്ങളിൽ തന്നെ 4.8 തീവ്രത രേഖപ്പെടുത്തിയ മറ്റൊരു ചെറിയ ഭൂചലനവും ഈ മേഖലയിൽ അനുഭവപ്പെടുകയുണ്ടായി. കൊളംബിയയുടെ സാമ്പത്തിക സ്രോതസ്സായ ലോകപ്രശസ്തമായ കാപ്പിത്തോട്ടങ്ങൾ സ്ഥിതി ചെയ്യുന്ന റിസാൾഡ മേഖലയിലാണ് ഭൂചലനം ഏറ്റവും വലിയ നാശം വിതച്ചിരിക്കുന്നത്. തലസ്ഥാനമായ ബൊഗോട്ട മുതൽ അയൽരാജ്യമായ ഇക്വഡോർ വരെ ഭൂചലനത്തിന്റെ പ്രകമ്പനം അനുഭവപ്പെട്ടു. ഈ ദാരുണ സംഭവത്തിൽ മരണസംഖ്യ ഇതിനകം 250 കടന്നിരിക്കുന്നു. ദുരന്തത്തിൽ 2600-ലധികം ആളുകൾക്ക് പരിക്കേറ്റിട്ടുണ്ട്. കൃത്യമായ വിവരങ്ങൾ ലഭ്യമല്ലാത്തതും ആശയവിനിമയ സംവിധാനങ്ങൾ തകർന്നതും കാരണം ഏകദേശം 3900-ഓളം പേരെ ഇനിയും കണ്ടെത്താനുണ്ട്. രാജ്യത്തുടനീളം 1600-ഓളം കെട്ടിടങ്ങൾക്ക് സാരമായ കേടുപാടുകൾ സംഭവിച്ചു. 5000-ഓളം വീടുകൾ പൂർണ്ണമായോ ഭാഗികമായോ നിലംപൊത്തിക്കഴിഞ്ഞു. നിലവിൽ ദുരന്തബാധിത പ്രദേശങ്ങളിൽ സർക്കാരിന്റെ നേതൃത്വത്തിൽ യുദ്ധകാലാടിസ്ഥാനത്തിലുള്ള രക്ഷാപ്രവർത്തനങ്ങളാണ് പുരോഗമിക്കുന്നത്. തകർന്നടിഞ്ഞ കോൺക്രീറ്റ് പാളികൾക്കിടയിലും കെട്ടിടാവശിഷ്ടങ്ങൾക്കിടയിലും ആരെങ്കിലും ജീവനോടെ ബാക്കിയുണ്ടോ എന്നറിയുവാനുള്ള അത്യാധുനിക ഉപകരണങ്ങളും ഡോഗ് സ്ക്വാഡുകളും രക്ഷാപ്രവർത്തകരും രംഗത്തിറങ്ങിയിട്ടുണ്ട്. എന്നാൽ കനത്ത ചൂടും തകർന്നടിഞ്ഞ റോഡുകളും പാലങ്ങളും കാരണം ദുരന്തമുഖത്തേക്ക് ആവശ്യമായ സഹായങ്ങൾ എത്തിക്കുന്നത് രക്ഷാപ്രവർത്തകർക്ക് വലിയ വെല്ലുവിളിയാണ് ഉയർത്തുന്നത്. വൈദ്യുതി, കുടിവെള്ള വിതരണം, ആശയവിനിമയ സംവിധാനങ്ങൾ എന്നിവ പൂർണ്ണമായി സ്തംഭിച്ച അവസ്ഥയിലാണ്. വിമാനത്താവളങ്ങൾ ഉൾപ്പെടെയുള്ള പ്രധാന ഗതാഗത കേന്ദ്രങ്ങളും ഭാഗികമായി അടച്ചിട്ടിരിക്കുകയാണ്. ഈ ദുരന്തം കൊളംബിയയിലെ പുതിയ ഭരണകൂടത്തിന് മുന്നിലുള്ള അതികഠിനമായ ഒരു പരീക്ഷണമാണ്. രാജ്യത്ത് പുതിയ പ്രസിഡന്റ് അധികാരമേറ്റ് ദിവസങ്ങൾക്കകമാണ് ഈ വലിയ പ്രകൃതി ദുരന്തം രാജ്യത്ത് തേടിയെത്തിയത്. രാജ്യത്തിന്റെ ഭരണാധികാരിയായി ചുമതലയേറ്റെടുത്ത് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ഒരു രാജ്യവ്യാപക ദുരന്തത്തെ അഭിമുഖീകരിക്കേണ്ടി വന്നിരിക്കുകയാണ് പുതിയ സർക്കാരിന്. ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം ഉറപ്പാക്കുന്നതിനും ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ വേഗത്തിലാക്കുന്നതിനുമായി കൊളംബിയൻ സർക്കാർ രാജ്യത്ത് എക്കണോമിക് എമർജൻസി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. സാമ്പത്തികമായി രാജ്യം വലിയ പ്രതിസന്ധിയിലൂടെ കടന്നുപോകുമ്പോഴും ദുരിതബാധിതർക്ക് അടിയന്തര സഹായങ്ങളും പുനരധിവാസ പാക്കേജുകളും എത്തിക്കുമെന്ന് സർക്കാർ വ്യക്തമാക്കിയിട്ടുണ്ട്. അന്താരാഷ്ട്ര സമൂഹവും അയൽ രാജ്യങ്ങളും കൊളംബിയയ്ക്ക് ആവശ്യമായ സഹായങ്ങളുമായി മുന്നോട്ട് വന്നിട്ടുണ്ട്. കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രസവത്തിനിടെ നവജാത ശിശുവിന്റെ കൈയൊടിഞ്ഞുവെന്ന ഗുരുതരമായ ആരോപണവുമായി കുടുംബം രംഗത്ത്. മേപ്പയ്യൂർ സ്വദേശികളായ രാഹുൽ, രാഖി ദമ്പതികളുടെ നവജാത ശിശുവിനാണ് പ്രസവത്തിനിടെ ഗുരുതരമായി പരിക്കേറ്റത്. കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രി വീണ്ടും ഒരു ചികിത്സാ പിഴവ് വിവാദത്തിൽ. പ്രസവത്തിനിടെ നവജാത ശിശുവിന്റെ കൈയൊടിഞ്ഞുവെന്ന ഗുരുതരമായ ആരോപണവുമായി ഒരു കുടുംബം രംഗത്തെത്തിയിരിക്കുകയാണ്. മേപ്പയ്യൂർ സ്വദേശികളായ രാഹുൽ, രാഖി ദമ്പതികളുടെ കുഞ്ഞിനാണ് ദുരാവസ്ഥ സംഭവിച്ചത്. ഈ മാസം 6-ാം തീയതിയായിരുന്നു രാഖിയുടെ പ്രസവം. കുഞ്ഞിന്റെ തുടർ ചികിത്സയിലും ഗുരുതരമായ വീഴ്ചകൾ ആശുപത്രി അധികാരികളുടെ ഭാഗത്തുനിന്നും ഉണ്ടായതായി കുടുംബം ആരോപിക്കുന്നു. ഈ മാസം 6-ാം തീയതി രാഖിയെ പ്രസവത്തിനായി കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിക്കുന്നു. പ്രസവവേദനയെ തുടർന്ന് നടത്തിയ ശസ്ത്രക്രിയയിൽ കുഞ്ഞിന്റെ ഇടതു കൈയുടെ തോളിന് ഗുരുതരമായി പരിക്കേൽക്കുകയായിരുന്നു. കുഞ്ഞ് പിറന്നയുടൻ തന്നെ ആരോഗ്യ പ്രശ്നങ്ങളുണ്ടെന്നും ഇടതു കൈയുടെ തോളിന് പരിക്കേറ്റിട്ടുണ്ടെന്നും പറഞ്ഞ് കുട്ടിയെ NICU യൂണിറ്റിലേക്ക് മാറ്റുകയായിരുന്നു. തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് കുട്ടിയുടെ കൈയൊടിഞ്ഞ വിവരം കുടുംബം അറിയുന്നത്. ഓർത്തോപീഡിക് വിഭാഗം ഡോക്ടർ എത്തി കുഞ്ഞിന്റെ കൈക്ക് പ്ലാസ്റ്റർ ഇടുകയും ബാൻഡേജ് ചുറ്റുകയും ചെയ്തു. എന്നാൽ അതിനുശേഷം കുട്ടിയെ പരിശോധിക്കാൻ ഡോക്ടർമാർ തയ്യാറായില്ലെന്നാണ് മാതാപിതാക്കളുടെ പ്രധാന ആരോപണം. 2 ദിവസത്തിനു ശേഷം വീണ്ടും പരിശോധിക്കുമെന്ന് പറഞ്ഞിരുന്നുവെങ്കിലും ആരും തിരിഞ്ഞു നോക്കിയില്ലെന്നും കുഞ്ഞു കടുത്ത വേദന കൊണ്ട് കരഞ്ഞിട്ടും ജീവനക്കാർ ഗൗനിച്ചില്ലെന്നും കുടുംബം പറയുന്നു. എന്നാൽ ഈ വിഷയത്തിൽ പതിവ് പോലെ ഒഴിഞ്ഞുമാറുന്ന സമീപനമാണ് ആശുപത്രി അധികാരികളുടെ ഭാഗത്തുനിന്നും ഉണ്ടായിരിക്കുന്നത്. തങ്ങളുടെ ഭാഗത്തുനിന്ന് യാതൊരുവിധ വീഴ്ചയും ഉണ്ടായിട്ടില്ലെന്നാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജ് സൂപ്രണ്ടിന്റെ ഔദ്യോഗിക വിശദീകരണം. സ്വാഭാവിക പ്രസവങ്ങളിൽ ചിലപ്പോൾ ഇത്തരം സങ്കീർണതകൾ ഉണ്ടാകാമെന്നും ഡോക്ടർമാർ കൃത്യമായ ചികിത്സ നൽകിയിട്ടുണ്ടെന്നുമാണ് ആശുപത്രി അധികൃതരുടെ വാദം. എങ്കിലും കേരളത്തിലെ സർക്കാർ ആശുപത്രികളിൽ, പ്രത്യേകിച്ചും മെഡിക്കൽ കോളേജുകളിൽ ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കപ്പെടുന്നത് പൊതുജനങ്ങൾക്കിടയിൽ കടുത്ത ആശങ്കയാണ് സൃഷ്ടിക്കുന്നത്. സാധാരണക്കാരുടെ ആശ്രയകേന്ദ്രമായ
തുല്യമായ ഇവിടങ്ങളിൽ പാവപ്പെട്ട രോഗികൾക്ക് ലഭിക്കുന്നത് എന്തു നീതിയാണ് എന്ന ചോദ്യമാണ് ഈ സംഭവം വീണ്ടും ഉയർത്തിവിടുന്നത്. കോഴിക്കോട് മെഡിക്കൽ കോളേജിനെതിരെ ഇത്തരത്തിലുള്ള ഗുരുതരമായ ആരോപണങ്ങൾ ഉയരുന്നത് ഇതാദ്യമല്ല. ഇതിനു മുൻപും നിരവധി തവണ ചികിത്സാ പിഴവുകളും ഡോക്ടർമാരുടെ അശ്രദ്ധയും മൂലം രോഗികൾ ദുരിതമനുഭവിച്ചിട്ടുണ്ട്. എന്നാൽ അധികാരികളുടെ ഭാഗത്തു നിന്നും കൃത്യമായ അന്വേഷണങ്ങളോ കുറ്റക്കാർക്കെതിരെയുള്ള നടപടികളോ ഉണ്ടാകാറില്ലെന്ന ആക്ഷേപം ശക്തമാണ്. കോഴിക്കോട് മെഡിക്കൽ കോളേജ് മാതൃശിശു സംരക്ഷണ കേന്ദ്രത്തിൽ സമാനമായ മറ്റൊരു ചികിത്സാ പിഴവ് ആരോപണം കുറച്ചു മാസം മുൻപും ഉയർന്നിരുന്നു. കക്കോടി സ്വദേശികളായ ദമ്പതികളുടെ കുഞ്ഞിനും പ്രസവത്തിനിടെ കൈക്ക് പരിക്കേൽക്കുകയും എല്ലു പൊട്ടുകയും ചെയ്തിരുന്നു. മാതാപിതാക്കളെ കാണിക്കുന്നതിന് മുൻപ് തന്നെ കുഞ്ഞിന്റെ കൈക്ക് പ്ലാസ്റ്റർ ഇട്ടിരുന്നുവെന്നും പിന്നീട് പ്ലാസ്റ്റർ അഴിഞ്ഞു വീണിട്ടും ഡോക്ടർമാർ തിരിഞ്ഞു നോക്കിയില്ലെന്നും ആക്ഷേപമുണ്ടായി. തുടർന്ന് ആ കുടുംബം മെഡിക്കൽ കോളേജിൽ നിന്നും ഡിസ്ചാർജ് വാങ്ങി സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ തേടുകയായിരുന്നു. പരാതികൾ ഉയരുമ്പോൾ പ്രസവത്തിനിടയിലെ സ്വാഭാവിക സങ്കീർണതകൾ എന്ന് പറഞ്ഞ അധികാരികൾ ഉത്തരവാദിത്തത്തിൽ നിന്നും ഒഴിഞ്ഞുമാറുന്ന പ്രവണത തികച്ചും അപലപനീയമാണ്. പിറന്നുവീണ കുഞ്ഞിന്റെ കൈ ഒടിഞ്ഞതു മാത്രമല്ല, അതിനുശേഷമുള്ള തുടർ ചികിത്സയിലും ആശുപത്രി അധികൃതരുടെ ഭാഗത്തുനിന്നും ഗുരുതരമായ അശ്രദ്ധയുണ്ടായി എന്ന മാതാപിതാക്കളുടെ ആരോപണം സമഗ്രമായ അന്വേഷണത്തിന് വിധേയമാക്കേണ്ടതാണ്. 2027 10 ലക്ഷം കണക്റ്റഡ് കാറുകളും 2030 20 ലക്ഷം യൂണിറ്റുകളുടെ വിൽപ്പനയും ലക്ഷ്യമിട്ട ഹ്യൂണ്ടായി മോട്ടോഴ്സ് പുതിയ കുതിപ്പിലേക്ക്. ബ്ലൂലിങ്ക് ഫ്യൂച്ചറുകളും AI വോയിസ് കമാൻഡുകളുമായി സ്മാർട്ട് മൊബിലിറ്റിയുടെ പുതിയ കാലം തീർക്കുകയാണ് കമ്പനി. ഇന്ത്യൻ നിരത്തുകളിൽ വിപ്ലവകരമായ മാറ്റങ്ങൾക്ക് തുടക്കമിടാനൊരുങ്ങുകയാണ് വാഹന നിർമ്മാതാക്കളായ ഹ്യൂണ്ടായി മോട്ടോഴ്സ്. 2027 രാജ്യത്ത് 10 ലക്ഷം കണക്റ്റഡ് കാറുകളുടെ വിൽപ്പനയാണ് കമ്പനി ഇപ്പോൾ ലക്ഷ്യമിട്ടിരിക്കുന്നത്. സാങ്കേതികവിദ്യയുടെ ലോകത്ത് ഇന്ത്യ അതിവേഗം മുന്നേറുന്നതിന്റെ തെളിവ് കൂടിയാണിത്. ഇന്ത്യയിൽ കണക്റ്റഡ് സോഫ്റ്റ്വെയർ അധിഷ്ഠിത വാഹന സാങ്കേതികവിദ്യകളുടെ ഉപയോഗം പരമാവധി വേഗത്തിലാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഹ്യൂണ്ടായി ഈ വലിയ ചുവടുവയ്പ് നടത്തിയിരിക്കുന്നത്. ഇതിനോടകം തന്നെ ഇന്ത്യൻ നിരത്തുകളിൽ 8 ലക്ഷത്തിലധികം ഹ്യൂണ്ടായി കണക്റ്റഡ് കാറുകൾ വിജയകരമായി ഓടിക്കൊണ്ടിരിക്കുന്നു എന്നത് ശ്രദ്ധേയമായ ഒരു കാര്യമാണ്. കമ്പനിയുടെ ആകെ വാഹന ശ്രേണിയിൽ കണക്റ്റഡ് വാഹനങ്ങളുടെ വിഹിതം എത്രമാത്രം വളർന്നു എന്നറിയാമോ? 2019 വെറും 4% ഈ വിഹിതം 2026 വൻ കുതിപ്പോടെ 20% ഉയർന്നിരിക്കുന്നത്. അതായത് ചുരുങ്ങിയ വർഷങ്ങൾക്കുള്ളിൽ 5 ഇരട്ടിയുടെ വളർച്ചയാണ് ഹ്യൂണ്ടായി ഈ മേഖലയിൽ കൈവരിച്ചിരിക്കുന്നത്. ഇതിന്റെ തുടർച്ചയായിട്ടാണ് 2030 ആകെ 20 ലക്ഷം കണക്റ്റഡ് കാറുകളുടെ വിൽപ്പന എന്ന പുതിയ ലക്ഷ്യം കമ്പനി പ്രഖ്യാപിച്ചിരിക്കുന്നത്. 2019 വെന്യൂ എന്ന മോഡലിലൂടെയാണ് ഹ്യൂണ്ടായി ഇന്ത്യയിൽ തങ്ങളുടെ ബ്ലൂലിങ്ക് കണക്റ്റഡ് കാർ പ്ലാറ്റ്ഫോം ആദ്യമായി അവതരിപ്പിക്കുന്നത്. ഫാക്ടറിയിൽ തന്നെ ഘടിപ്പിച്ചു നൽകിയ ഇന്ത്യയിലെ ആദ്യത്തെ കണക്റ്റഡ് SUV ആയിരുന്നു വെന്യൂ. പിന്നീട് ക്രെറ്റ, i20 തുടങ്ങിയ ജനപ്രിയ മോഡലുകളിലേക്കും ഈ കണക്റ്റഡ് ഫീച്ചറുകൾ കമ്പനി വിജയകരമായി വ്യാപിപ്പിക്കുകയുണ്ടായി. സുരക്ഷയ്ക്കും ഉപഭോക്താക്കളുടെ സൗകര്യത്തിനും ഒരുപോലെ പ്രാധാന്യം നൽകിക്കൊണ്ട് 70ലേറെ വിപുലമായ ഫീച്ചറുകളാണ് ഇന്ന് ബ്ലൂലിങ്ക് പ്ലാറ്റ്ഫോം വാഗ്ദാനം ചെയ്യുന്നത്. വാഹനത്തിന്റെ റിമോട്ട് മോണിറ്ററിംഗ്, വാഹന ആരോഗ്യ പരിശോധന, തത്സമയ ലൊക്കേഷൻ ട്രാക്കിംഗ്, യാത്രാചരിത്രം, വിവിധ റിമോട്ട് കമാൻഡുകൾ എന്നിവയെല്ലാം ഇതിൽ ഉൾപ്പെടുന്നു. കൂടാതെ ഹ്യൂണ്ടായി വഴിയുള്ള ഇൻകാർ പേയ്മെന്റ് സൗകര്യം, ഡിജിറ്റൽ കീ, ഡിജിറ്റൽ പാസ്പോർട്ട്, റിമോട്ട് ഇമ്മൊബിലൈസർ, വീട്ടിലിരുന്ന് കാർ നിയന്ത്രിക്കാവുന്ന ഹോം ടൂർ കണക്ടിവിറ്റി തുടങ്ങിയ നിരവധി ആധുനിക സൗകര്യങ്ങളും ഇതിലുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം 5 വ്യത്യസ്ത ഭാഷകളിലായി 450ലേറെ AI അധിഷ്ഠിത വോയിസ് കമാൻഡുകളും ഈ പ്ലാറ്റ്ഫോം വഴി ഡ്രൈവർമാർക്ക് ലഭ്യമാക്കാൻ സാധിക്കുമെന്നതാണ്. വെറും ഒരു പരമ്പരാഗത വാഹന നിർമ്മാതാവ് എന്ന നിലയിൽ നിന്ന് സോഫ്റ്റ്വെയർ ഡിഫൈൻഡ് വെഹിക്കിൾ സാങ്കേതികവിദ്യയിലേക്ക് കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയാണ് ഹ്യൂണ്ടായി ഇപ്പോൾ. അതായത് വാഹനം വാങ്ങി വർഷങ്ങൾ കഴിഞ്ഞാലും സോഫ്റ്റ്വെയർ അപ്ഡേറ്റുകളിലൂടെയും പുതിയ ഫീച്ചറുകളിലൂടെയും കാറിന്റെ ശേഷി കാലാനുസൃതമായി വർദ്ധിപ്പിക്കാൻ ഉപഭോക്താക്കൾക്ക് സാധിക്കും. അടിയന്തര സാഹചര്യങ്ങളിലും യാത്രക്കാരുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിൽ ബ്ലൂലിങ്ക് സാങ്കേതികവിദ്യ വലിയ തോതിൽ സഹായകരമാകുമെന്നും കമ്പനി വ്യക്തമാക്കിയിട്ടുണ്ട്. അതോടൊപ്പം മറ്റൊരു സന്തോഷ വാർത്തയും ഹ്യൂണ്ടായി പങ്കുവയ്ക്കുന്നുണ്ട്. കമ്പനി വിപണിയിലെത്തിക്കാൻ പോകുന്ന വരാനിരിക്കുന്ന പുതിയ മാസ് മാർക്കറ്റ് ഇലക്ട്രിക് SUVയുടെ എല്ലാ വേരിയന്റുകളിലും നെക്സ്റ്റ് ജനറേഷൻ കണക്റ്റഡ് കാർ സാങ്കേതികവിദ്യ സ്റ്റാൻഡേർഡായി തന്നെ ലഭ്യമാകുമെന്നാണ് അറിയിപ്പ്. ഇതോടെ കണക്റ്റഡ് മൊബിലിറ്റിയും ഇലക്ട്രിക് വാഹനങ്ങളുടെ വിൽപ്പനയും കൂടുതൽ അടുത്ത് ഏകീകരിക്കപ്പെടുകയാണ്. ഇന്ത്യൻ ഓട്ടോമൊബൈൽ വിപണിയുടെ മുഖച്ഛായ തന്നെ മാറ്റിയെഴുതുന്ന ഈ മാറ്റങ്ങൾ രാജ്യത്തെ വാഹനപ്രേമികൾ വലിയ ആവേശത്തോടെയാണ് സ്വീകരിച്ചിരിക്കുന്നത്. ഇന്നത്തെ ന്യൂസ് ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നന്ദി.